ഇവള് പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ഇതത് തന്നെ. എന്ത്? ഡോക്ടർ പ്രസാദ് വർക്കി അങ്ങേർക്ക് നിന്നോട് പ്രണയാന്ന ഇവള് പറഞ്ഞേ. ഒന്ന് പോടി. ആളും ഞാനും നല്ല ഫ്രണ്ട്സാ. നല്ല ഫ്രണ്ട്സ് ആണെങ്കിലും നല്ല ലവേഴ്സ് ആവാൻ പറ്റൂ. ആളുടെ നോട്ടവും സംസാരവും ചിരിയും ഒക്കെ നീ ഒന്ന് റിവൈൻഡ് ചെയ്ത് ക്ലോസപ്പിൽ നോക്കിക്കേ. പ്രണയം തുടിക്കുന്നില്ലേ? കർത്താവേ, പണി പാടോ? എന്തു പാളാൻ? നല്ലതല്ലേ? അമേരിക്കയിൽ നിന്നും MD കഴിഞ്ഞ കിട്ടില്ല ഡോക്ടർ പയ്യൻ. പോരാതിന് ക്രിസ്ത്യാനി. ഞാനാണെങ്കിൽ കണ്ണുമുട്ടി ഒക്കെ പറയും. അയ്യോ, നീ ഇപ്പഴും നിന്റെ ചൈനയിൽ പോയി കുംഫുക്കാരൻ ചേട്ടനെ ആലോചിച്ചോണ്ടിരിക്കുവാണോ? ലോകത്ത് എവിടെയും കേൾക്കാത്തൊരു പ്രേമം. ഒരുത്തിക്ക് ഇഷ്ടാന്ന് പറഞ്ഞ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും കൊച്ചുട്ടി എന്ന് പറഞ്ഞ അങ്ങേര്. നീയും അങ്ങേരും കൂടെ വിചാരിച്ചായിരുന്നു ഒരു കൊച്ചുട്ടി ഉണ്ടാവുന്ന പ്രായം അന്നേ നിനക്കുണ്ടായിരുന്നു. മണ്ടൻ. പോരാത്തതിനൊരു കോട്ടയും കൊടുത്തുവിട്ടിരിക്കുന്നു. അത് പുറത്ത് കാണിക്കാൻ കൊള്ളാത്തൊരു ഓലക്കൂട. അങ്ങേര് ചൈനയിൽ പോയി വേറെ പെണ്ണും കെട്ടി 4 പിള്ളേരും ആയി കാണും. കാത്തിരുന്ന പെണ്ണല്ലേ കാലമേറെയായില്ലേ സുവാനോ മാജോ ചുവാഗോ ചീംചോ മതേ സോവാഗോ സഖേതോ ച്യോ ചംചെൻച്യോ 맞아 참기 좋아 맞아 너한테 마태 sakhe 사세 마태 sakhe다 저 짬찜쪄 sakhe എന്തോ നടി അറ്റാക്കാണോ? അല്ലടി, അർബുദം. മനുഷ്യന്റെ ഉറക്കം കളയാനായിട്ട് ഓരോ. പിറ്റേന്നൊരു ദീപാവലി ദിവസം ഗിരിയേട്ടൻ വേറെ പെണ്ണ് കെട്ടിയിട്ടുണ്ടാവുമെന്ന് പേടിച്ച് ചങ്കിടിച്ച് വരാന്തേ കൂടെ നടക്കുമ്പോഴാ ദേ എന്റെ നേരെ പ്രസാദ് വർക്കി വരുന്നു. അന്ന പറഞ്ഞ പോലെ അങ്ങേര് ഇഷ്ടം പറയാൻ വരുന്നതാണോ? എന്റെ അന്തോണീസ് പുണ്യാളാ കാത്തോളിനെ എന്ന് മനസ്സിൽ പറഞ്ഞപ്പോഴാ നീ എന്താ ഇവിടെ? ഞാനിവിടെ പഠിക്കണേ. ഇപ്പൊ ഹൗസ് ഏജൻസി. ഓ, ഗിരിയേട്ടനിപ്പോ എന്താ ഇവിടെ? ഞാനൊരാളെ കാണാൻ വേണ്ടി വന്നാ. ഈ ഡോക്ടർ വർമ്മയുടെ റൂം എവിടെയാ? മേളിലാ. ഓ, ഓക്കെ, ശരി. പൂജ, ആരത്? ഡോക്ടർ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ലൈഫിൽ ആദ്യമായിട്ട് എനിക്ക് ഇഷ്ടം തോന്നിയ ആളാ. ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇപ്പോഴും ഇഷ്ടം. പിന്നെന്താ പ്രശ്നം? ആൾക്കെന്നെ ഇഷ്ടമല്ല. ഇഷ്ടമല്ലെന്ന് അയാൾ പറഞ്ഞോ? അങ്ങനെ പറഞ്ഞില്ല, പക്ഷെ ഒരിക്കൽ ഇഷ്ടമാന്ന് പറഞ്ഞപ്പോ കുട്ടിയാന്ന് പറഞ്ഞു. അതന്നല്ലേ, ഇപ്പൊ വലുതായില്ലേ, ഇപ്പൊ പറയാലോ. പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. അതെന്താ? ആളെ പണ്ടൊരു പെണ്ണ് പറ്റിച്ചതാ. ഇപ്പോഴും അതൊക്കെ തന്നെയാന്ന് തോന്നുന്നു മനസ്സിൽ. അതെ, എനിക്കിത് കഴിക്കാൻ പറ്റുന്നില്ല. നമുക്ക് എവിടെയെങ്കിലും പോയി ഇരുന്ന് സംസാരിക്കാം. ലോസ്റ്റ് ലവ്, നഷ്ടപ്രണയം. പൂജ കഞ്ചാവ് വലിച്ചിട്ടുണ്ടോ? കഞ്ചാവോ? അല്ല, ഞാനും വലിച്ചിട്ടില്ല. ഈ നഷ്ടപ്രണയം എന്ന് പറയുന്നത് 3 സ്റ്റേജസ് ആയിട്ട് പറയാറുണ്ട്. ആദ്യത്തെ സ്റ്റേജ് കഞ്ചാവ് പോലെയാണ്. ഓരോ പഫ് എടുക്കുമ്പോഴും നമുക്കറിയാം ഇത് നല്ലതല്ല, ആരോഗ്യത്തിന് ഹാനികരം, ഇത് നിർത്തണമെന്ന്. അതുപോലെ തന്നെയാണ് നഷ്ടപ്രണയം. മറക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും, പക്ഷെ പറ്റില്ല. അത്രയ്ക്ക് കിക്കാണ് ഇതിന്. എന്തൊരു തൊലി.
തൊലിയില്ലാത്തത് വാങ്ങിച്ചാൽ മതിയായിരുന്നു. അടുത്ത സ്റ്റേജിൽ നഷ്ടപ്രണയം എന്ന് പറയുന്നത് വാടകയ്ക്ക് കൊടുത്ത വീട് പോലെ. പഴയ കാമുകിയുടെ ഓർക്കുഡ് ഫോട്ടോയും അവളുടെ ഇപ്പോഴത്തെ കാമുകൻ്റെ ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ പോയി നോക്കും. ഈ വാടകയ്ക്ക് കൊടുത്ത വീട് ഹൗസ് ഓണർ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുന്ന പോലെ. ലാസ്റ്റ് സ്റ്റേജിൽ നഷ്ടപ്രണയം എന്ന് പറയുന്നത് മീശ പോലെ. മീശയോ? വേണമെങ്കിൽ വെക്കാം, എല്ലേ പഠിച്ചു കളയാം. അയാൾക്കിപ്പോൾ മീശയൊന്നുമില്ലല്ലോ, പഴയ പ്രണയമൊക്കെ മറന്നു കാണും. ഇയാൾ ധൈര്യമായിട്ട് പോയി പറ. ഞാനല്ലോ പറയുന്നത്, ജസ്റ്റ് ഗോ. എല്ലാ ആണുങ്ങളും ഒരേപോലെ അല്ലെന്ന് അന്ന് എനിക്ക് മനസ്സിലായി. പെൺകുട്ടികളെ നല്ല ഫ്രണ്ട്സ് ആയിട്ട് മാത്രം കാണുന്ന ആണുങ്ങളും ഈ കേരളത്തിലുണ്ട്. ഗിരിയേട്ട അന്ന് എന്തിനാ വന്നതെന്ന് പോലും ചോദിക്കാൻ പറ്റിയില്ല. വർമ്മ ഡോക്ടറിനെ തിരക്കിപ്പോയ ഞാൻ പിന്നെ ബി വിങ്ങിലെ സ്ഥിരം വിസിറ്ററായി. ആ ഇടയ്ക്ക് 106 ഒരു പേഷ്യന്റ് വന്ന്, ഒരു രസികൻ. വന്നല്ലോ, വായ അടിമറിയാം. എന്താ ഒറ്റയ്ക്കിരുന്നൊരു ആലോചന? ഞാനേ അസുഖങ്ങളെ കുറിച്ച് ഒരു കഥ എഴുതിയാലോ എന്ന് ആലോചിക്ക. അസുഖങ്ങൾക്ക് എന്ത് കഥ? ഈ അസുഖങ്ങള് ചേട്ടാനിയന്മാരെ പോലെ ഒരുത്തം പിണങ്ങിയ ചോദിക്കാൻ മറ്റവന്മാരെന്തായാലും വരും. ഗ്യാസ് ട്രബിള് മാറി വീട്ടിൽ വന്ന് കയറിയിട്ട് 2 ദിവസമായില്ലേ, അതിനു മുമ്പ് എത്തി മറ്റോ ചോദിക്കാൻ. കിഡ്നി സ്റ്റോൺ. പേര് കേട്ടാ വല്ല ഡയമണ്ട് ആണെന്ന് തോന്നും. ജേക്കബ് സാറേ, ആ വാ വാ. ഞാൻ ഇന്ന് ഡിസ്ചാർജ് ആയി. യോഗം ഉണ്ടെങ്കിൽ വീണ്ടും കാണാം എന്ന് പറഞ്ഞാൽ അടി കിട്ടുന്ന ഒരു സ്ഥലമേ ഉള്ളൂ, അത് ആശുപത്രിയാണ്. അതുകൊണ്ട് അത് പറയുന്നില്ല. നല്ല വരട്ടെ. ശരി സാർ. ഓ പട്ടണേ, വാ പോവാം. 3 ആൺമക്കളാ അങ്ങേർക്ക്. അവസാനം കിടപ്പായപ്പോ നോക്കാൻ ഈ മകള് മാത്രം. ആ മക്കൾക്ക് ഭയങ്കര തിരക്ക്. എന്റെ പപ്പയുടെ അതേ സ്വഭാവം. ഞങ്ങള് പെട്ടെന്ന് തന്നെ അങ്ങ് കൂട്ടായി. പുള്ളിക്കാരനെ ഇടയ്ക്കിടയ്ക്ക് പോയി കാണുന്നത് എനിക്കൊരു ശീലം. അങ്ങനെ ഒരു ദിവസം 106 പോയപ്പോഴാണ് 107 ഞാൻ ആ കാഴ്ച കാണുന്നത്. എന്റെ കർത്താവേ, അമ്മ ഈ വിങ്ങിലുണ്ടായിരുന്നോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. മോൾ ഇവിടെ ഉണ്ടെന്ന് റേച്ചിൽ പറഞ്ഞായിരുന്നു. ആരെയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് ഇവനാ പറഞ്ഞത്. ദൈവമേ, ബിലിറൂബിൻ 10 മഞ്ഞപ്പിത്തം കൂടുതലാണല്ലോ. എന്തെത്ര വൈകിയേ? ഞാൻ അറിഞ്ഞില്ലായിരുന്നു മോളെ. ഇവിടെ ഇവന്റെ ഒരു സുഹൃത്ത് ഒരു വർമ്മ ഡോക്ടറുണ്ട്. നാട്ടിലെങ്ങാനും മതിയെന്ന് ഞാൻ പറഞ്ഞതാ. അതെങ്ങനെയാ? വേണ്ടപ്പെട്ട ആൾക്കാരെ ഇട്ടിട്ട് ചൈനയിലും എത്യോപ്യയിലും ഒക്കെ പോവല്ലേ. അമ്മ ഇനി വിഷമിക്കണ്ട, ഞാൻ എന്നും വന്ന് നോക്കിക്കോളാം. ഒരാഴ്ചയ്ക്കുള്ളിൽ പോകാൻ പറ്റുമെന്ന് തോന്നണേ. ഡ്യൂട്ടി ഡോക്ടറിനോട് ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് വേണ്ടപ്പെട്ട ആളാണ്. ശരി. ഗിരിയേട്ടൻ്റെ അമ്മ ആശുപത്രി കിടക്കെ കണ്ടപ്പം സത്യം പറഞ്ഞ എൻ്റെ മനസ്സിലല്ല ഡ്യൂട്ടി. ഈ ആമ്പിള്ളാരുടെ വീക്ക്നെസ് അമ്മമാരാണല്ലോ. ഗിരിയേട്ടനെ ക്ലീൻ ബൗൾ ചെയ്യാനുള്ള എൻ്റെ ഗൂഗിളി ആ ബെഡി കിടക്കണേ.